ഇപ്പം നമുക്ക് കുറച്ച് നല്ല ഫ്രഷ് തിലോപ്പിയ മീൻ കിട്ടിയിട്ടുണ്ട്. ഞാനത് വെട്ടി ചെറിയ കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്നും കൂടി ഒന്ന് ക്ലീൻ ചെയ്തെടുത്തിട്ട് ഇന്ന് നമ്മൾ തേങ്ങ വറുത്തരച്ച് ആണ് മീൻ കറി വയ്ക്കുന്നത്. അപ്പം നമുക്കൊന്ന് കഴുകിയെടുക്കാം. ഇപ്പം നമുക്കിനി കുറച്ച് കല്ലുപ്പും കൂടി ഇട്ടൊന്ന് കഴുകിയെടുക്കാം. ആദ്യം ഒന്ന് വെള്ളം ഒഴിച്ച് ക്ലീൻ ചെയ്തു, എന്നാലേ നമുക്ക് ഉപ്പിട്ട് ഒന്നും കൂടെ ഒന്ന് കഴുകിയെടുക്കണം. അപ്പോൾ മീനെല്ലാം വെട്ടിക്കഴുകി സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വറുത്തരയ്ക്കാനുള്ള തേങ്ങ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പം അതിനായിട്ട് ചട്ടിക്കകത്തോട്ട് ഒരു അരമുറി തേങ്ങ, അതിലോട്ട് കുറച്ച് കറിവേപ്പില, ചെറിയ ഉള്ളി, പിന്നെ ഉണക്കമുളക്, ഇഞ്ചി, ഇത് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഇത് ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നമ്മൾ ചട്ടി അടുപ്പത്തോട്ട് വെച്ചു. ഇത് നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കണം, കാരണം അടിയിലൊന്നും പിടിച്ച് കരിയാതെ ആദ്യം നമ്മൾ കുറച്ച് ഫ്ലെയിം ഒന്ന് കൂട്ടി വെച്ച് ചട്ടിയൊക്കെ ഒന്ന് ചൂടായി വരാൻ സമയമെടുക്കുമല്ലോ. അപ്പം അതിന് വേണ്ടിയിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. ചട്ടിയൊക്കെ ഒന്ന് ചെറുതായി ചൂടായി കഴിയുമ്പോൾ നമുക്ക് ആ ഫ്ലെയിം ഒന്ന് കുറച്ച് വയ്ക്കാം, കാരണം അടിയിലൊന്നും പിടിക്കരുത്. പക്ഷെ നമ്മൾ നന്നായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം, കാരണം ഇതൊരു കാരണവശാലും നമ്മൾ അടിയിലൊന്നും പിടിക്കരുത്. ഞാൻ ചട്ടിയിലുണ്ടാക്കുന്നതുകൊണ്ട് ഇപ്പോൾ ചട്ടി നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനിയിപ്പം അതൊരു ഏകദേശം ഒരു 90% റെഡി ആയിട്ടുണ്ട്. അപ്പം അതിലേക്ക് നമുക്ക് കുറച്ച് മല്ലിപ്പൊടിയും കുറച്ച് മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. അത് ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇത് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ തീ ഒന്ന് നിർത്തി, കാരണം ഓൾറെഡി നമ്മുടെ ചട്ടിയും തേങ്ങയും ചൂടായിട്ടിരിക്കുകയാണ്. അപ്പോൾ പിന്നെയും നമ്മൾ ഇത് ചൂടാക്കി കഴിയുമ്പോഴത്തേക്കും അത് കരിയാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് ആ തീ ഒന്ന് നിർത്തി വെച്ച് ഇപ്പം ഏകദേശം നന്നായിട്ട് ക്രിസ്പി ആയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ക്രിസ്പി ആയിട്ടാണ് നമ്മൾ അരയ്ക്കുന്നതെങ്കിൽ അത് നല്ലപോലെ നമുക്ക് പേസ്റ്റ് രൂപത്തിൽ അരങ്ങി കിട്ടും. അപ്പോൾ നമ്മുടെ തേങ്ങയെല്ലാം നല്ലപോലെ ക്രിസ്പി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് അരയ്ക്കാനായിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഇടാം. അപ്പോൾ നമുക്ക് കുറച്ച് വെള്ളവും കൂടി ഒഴിച്ച് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഇപ്പം നന്നായിട്ട് അരഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇതിപ്പോൾ ഇതുപോലെ അരഞ്ഞ് കിട്ടിയാൽ മാത്രമേ നമുക്ക് അതിൻ്റെ കറക്റ്റായിട്ടുള്ള ടേസ്റ്റ് കിട്ടത്തുള്ളൂ. ഇതിപ്പോൾ ശരിക്കും ആയിട്ടുണ്ട്. നമുക്ക് തീ കത്തിച്ച് അടുപ്പിൽ ചട്ടി വെച്ച്, ഇതിപ്പോൾ നമ്മൾ 2 കഷ്ണം കുടംപുളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്, നന്നായിട്ട് കഴുകിയിട്ട്. ഇതിപ്പോൾ ഇതുപോലെ വെള്ളത്തിലിട്ട് വെക്കുവാണെങ്കിൽ നമ്മൾ ഈ വെള്ളം ആ മീൻ കറിയിലോട്ട് ഒഴിക്കുവാണെങ്കിൽ പുളി നന്നായിട്ട് ഇറങ്ങും, വേഗം തന്നെ പുളിയുടെ ആ രുചി കിട്ടുകയും ചെയ്യും. ഇപ്പോൾ ചട്ടി നന്നായിട്ട് ചൂടായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ എണ്ണ ചൂടായിട്ടുണ്ട്. നമുക്കിനി കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടി അടുത്തത് ഉലുവ, 2 ഉണക്കമുളക്, 1 തണ്ട് കറിവേപ്പില. ഇനി അടുത്ത് നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. അപ്പം ഇഞ്ചിയും വെളുത്തുള്ളി ഒന്ന് ചെറുതായിട്ട് മൂത്ത് വരുമ്പോഴത്തേക്ക് നമുക്ക് കുറച്ച് സവോള ഇട്ട് കൊടുക്കാം. സവോളയ്ക്ക് വരെ ചെറിയുള്ളി ചേർത്താലും മതി. ചെറിയുള്ളി ഇടുമ്പോൾ കുറച്ചും കൂടെ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഞാൻ സവോളയാണ് ചേർക്കുന്നത്. ഇതൊന്ന് മൂത്ത് വന്നിട്ടുണ്ട്. നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഞാനൊരു 1/2 ടീസ്പൂൺ എടുത്തിട്ടുള്ളൂ. ഒത്തിരി മഞ്ഞൾപ്പൊടി ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ കളർ അങ്ങ് മാറിയപ്പോൾ ലൈറ്റൊരു മഞ്ഞ കളർ മതി. പിന്നെ മല്ലിപ്പൊടി, അടുത്ത് മുളക് പൊടി. ഇത് കരിയായിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇതൊക്കെ നമ്മുടെ മസാല നന്നായിട്ടൊന്ന് മൂത്ത് വന്നിട്ടുണ്ട്, കാണാം. ഇനി നമുക്ക് ഇതിലോട്ട് കഴുകി വെച്ചിരിക്കുന്ന ആ പുളിയും വെള്ളവും കൂടെ ഒഴിച്ച് കൊടുക്കാം.
ഇങ്ങനെ ഇളക്കി കൊടുക്കണം. ഇതിപ്പോൾ നന്നായിട്ടൊന്ന് തിളച്ചിട്ടുണ്ട്. ഞാനിപ്പോൾ ഇതിനകത്ത് കുടംപുളിയാണ് ചേർത്തേക്കുന്നത്. വേണമെങ്കിൽ ഇതിനകത്ത് വാളംപുളിയും ചേർക്കാം. പക്ഷെ ഞങ്ങൾക്ക് വാളംപുളിയുടെ ടേസ്റ്റ് അങ്ങനെ ഇഷ്ടമില്ലാത്തതുകൊണ്ടാണ് ഞാൻ കുടംപുളി ചേർത്തത്. അപ്പം ഇനി നന്നായിട്ട് തിളച്ച് നമ്മൾ അരച്ച് വെച്ചിരുന്ന വറുത്ത തേങ്ങ ഇനി ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ചാറ് കഴുകിയ വെള്ളവും കൂടി ഒന്ന് ഒഴിച്ചിട്ടുണ്ട്. വെള്ളം ഇത് നന്നായിട്ട് തിളച്ച് ഇതിൻ്റെ എണ്ണ ഇങ്ങനെ പൊങ്ങി വരണം മേളിൽ. അപ്പോഴേ നമുക്ക് ആ വറുത്തരച്ചതിൻ്റെ കറക്റ്റ് ടേസ്റ്റ് കിട്ടത്തുള്ളൂ. ഇതിപ്പോൾ നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. നമുക്കിതിലോട്ട് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഞാൻ നന്നായിട്ട് ഇളക്കി കൊടുക്കും. ഇതിപ്പോൾ നന്നായിട്ട് തിളച്ച് ഇതിൻ്റെ എണ്ണ പൊങ്ങി വന്നിട്ടുണ്ട്. ഇത് നമുക്ക് നന്നായിട്ട് കഴുകി വെച്ചിരിക്കുന്ന ആ മീനൊന്ന് ഇട്ട് കൊടുക്കാം. അപ്പം മീൻ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഈ മീനിൻ്റെ കഷ്ണങ്ങളൊക്കെ ഒന്ന് വേകാനായിട്ട് ഇതൊന്ന് മൂടി വെച്ച് ഒരു കുറച്ച് നേരം ഒന്ന് വേവിക്കാം. വറുത്തരച്ചതിൻ്റെ നല്ലൊരു സ്മെല്ല് വരുന്നുണ്ട് തുറന്നപ്പോൾ. ഞാനിട്ട ഉപ്പ് കുറവായിരുന്നു. അപ്പം ഞാൻ കുറച്ചും കൂടെ ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പം എല്ലാവരും ഉപ്പിൻ്റെ അളവനുസരിച്ച് ഉപ്പ് കൂടുതൽ വേണ്ടവർ കൂടുതലിടുക, അത് നോക്കിയിട്ടിടണം. ഞാൻ ഉപ്പിട്ടതിന് ശേഷം ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇതിങ്ങനെ അധികം വേവുള്ള മീനല്ല, അപ്പം ഏകദേശം ഒന്ന് വേവാറായിട്ട് നിൽക്കുവാണ്. ഇതിപ്പോൾ നമ്മുടെ മീൻ വെന്ത് ഏകദേശം എല്ലാം റെഡി ആയിട്ടുണ്ട്. ചാറൊക്കെ കറക്റ്റാണ്. വേഗം കാണാം ഇതിൻ്റെ എണ്ണമയം. ഈ വറുത്തരച്ച കറികൾക്ക് ഇത് തിളച്ച് കഴിയുമ്പോഴത്തേക്ക് ഇങ്ങനെ എണ്ണ ഇങ്ങനെ മുകളിൽ ഇങ്ങനെ അങ്ങനെ വന്നു കഴിഞ്ഞാൽ ആ കറിക്ക് കറക്റ്റ് ടേസ്റ്റും ആ ഒരു സ്മെല്ലും കിട്ടത്തുള്ളൂ. അപ്പോൾ നമ്മുടെ കറി ഏകദേശം ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് കറിവേപ്പില, ഇതിപ്പോൾ ഞാൻ തീ ഒന്ന് നിർത്തുവാണ്. കാരണം നമ്മുടെ കറി ഏകദേശം ആയിട്ടുണ്ട്. നമ്മളിത് കറി എടുക്കുന്നതിന് മുന്നേ ഇതിലോട്ട് കുറച്ച് കറിവേപ്പിലയും പച്ച വെളിച്ചെണ്ണയും ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ നമ്മൾ ഏത് മീൻകറി ആണെങ്കിലും അത് ഓഫ് ചെയ്യുന്നതിന് മുന്നേ കുറച്ച് കറിവേപ്പിലയും പച്ച വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ കറികൾക്ക് പിന്നെ തുറക്കുമ്പം നല്ലൊരു ടേസ്റ്റും മണവും കിട്ടത്തുള്ളൂ. അപ്പോൾ നമ്മൾ ഇത് രണ്ടും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഞാനിത് മൂടി വയ്ക്കുകയാണ്. ഇവിടെ കറി ഏകദേശം സെറ്റായിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് നോക്കാം, ടേസ്റ്റ് ചെയ്ത്. അപ്പം നമുക്ക് മീൻകറി ടേസ്റ്റ് ചെയ്യാനുള്ള ആൾക്കാർ ഇരിപ്പുണ്ട്. നമുക്ക് പവർ റെയിൽ കൊടുക്കാം. മോളമ്മ ചാച്ചാ ഈ മീൻകറി ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കി എങ്ങനെയുണ്ടെന്ന്. എങ്ങനെയുണ്ട് ചാച്ചാ? സൂപ്പർ, അടിപൊളി. എല്ലാവരും ചെയ്യുക, ഇതുപോലെ ഉണ്ടാക്കുക, എല്ലാവർക്കും കൊടുക്കുക. നല്ല സൂപ്പറാണ്. അപ്പൊ വീട്ടിൽ അടുത്ത വീഡിയോ കാണാം.